നിങ്ങളുടെ 2023 എങ്ങനെയായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മൈൻഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 2023 എങ്ങനെ ഗ്രോ ചെയ്യാം, എങ്ങനെയാണ് അതിനെ നോക്കി കാണേണ്ടത്, ഏത് തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റാണ് വേണ്ടത്. ഫസ്റ്റ് വൺ, ഡിജിറ്റലൈസ് യുവർ നോളജ്. ഓക്കെ, ഡിജിറ്റലൈസ് യുവർ നോളജ്. എങ്ങനെയാണ് ഡിജിറ്റലൈസ് ചെയ്യുന്നത്? ഫൈൻഡ് എ മെൻറ്റർ ആൻഡ് ഫോളോ വൺ സിസ്റ്റം. ഓക്കെ, ഒരു മെൻറ്ററെ നിങ്ങൾ കണ്ടെത്തുക, അദ്ദേഹം പറയുന്ന സിസ്റ്റം നിങ്ങൾ 100% ഫോളോ ചെയ്യുക. ഓക്കെ, ത്രൂ ദാറ്റ് യു ക്യാൻ ഡിജിറ്റലൈസ് യുവർ നോളജ്. നെക്സ്റ്റ് വൺ, കീപ് ലേണിംഗ്. കീപ് ലേണിംഗ്. നിങ്ങളുടെ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുക, റിസർച്ച് ചെയ്യുക, ധാരാളം റിസർച്ച് ചെയ്യുക. അതുപോലെ ലേൺ ഫ്രം എക്സ്പേർട്സ്, ആ മേഖലയിൽ വിദഗ്ധരിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ക്ലിയർ? നെക്സ്റ്റ്, ടേക്ക് ആക്ഷൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്ഷൻ. പെർഫെക്ഷനിസം ഈസ് എ ഡിസീസ്. പ്രാക്ടീസ് ടു സേ നോ. നോ പറഞ്ഞ് ശരി, എല്ലാത്തിനും കയറി യേസ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം ഉണ്ടായിരിക്കത്തില്ല. ആദ്യം നോ പറയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അത് ശീലമാക്കി മാറ്റുക. ഓക്കെ, ഗോ അവേ ഫ്രം നെഗറ്റിവിറ്റി. ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങളാണിത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ, അതായത് ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്ഷൻ. ഞാൻ ചെയ്താൽ ശരിയാവോ, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും, ഇങ്ങനൊന്നും ബോധേഡാവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഡു ഇറ്റ് റൈറ്റ് നോ. നാളെ നിങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇന്നല്ല ചെയ്യേണ്ട, ഇപ്പോൾ തന്നെ ചെയ്യുക. പെർഫെക്ഷനിസം ഈസ് എ ഡിസീസ്. പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള $multi-billion കമ്പനികളും ഡെവലപ്പ് ചെയ്യത്തില്ലായിരുന്നു. ഓക്കെ, സോ പ്രാക്ടീസ് ടു സേ നോ. നോ പറഞ്ഞ് ശീലിക്കുക. നിങ്ങളുടെ വർക്കിന് വേണ്ടി, നിങ്ങളുടെ കരിയറിന് വേണ്ടി, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിന് വേണ്ടി കൂടുതൽ സമയം നിങ്ങൾ കണ്ടെത്തുക. ഗോ അവേ ഫ്രം നെഗറ്റിവിറ്റി. അത് ഏത് തരത്തിലുള്ള കാര്യമാണെന്ന്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും, നിങ്ങൾ നെഗറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് കിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, ലെറ്റ് മി ക്ലോസ് ദിസ്. നെക്സ്റ്റ് വൺ ഈസ് ഗോൾ. ഏത് തരത്തിലുള്ള ഗോളാണ് വേണ്ടത്? ഫിസിക്കൽ ഗോള്, മെൻ്റൽ ഗോള്, സ്പിരിച്വൽ ആൻഡ് ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ്. ഫസ്റ്റ്, ഫിസിക്കൽ ഗോള്. ഡെയിലി എക്സർസൈസ് ചെയ്യുക. ഓക്കെ, ഡെയിലി ബേസിസിൽ കാരണം വ്യായാമം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. അതുപോലെ വെയിറ്റ് കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് ഈ മേഖലയായിട്ടുള്ള ഹെൽത്തി എക്സ്പേർട്സുമായിട്ട്, വെൽനെസ് കൺസൾട്ടൻസുമായിട്ട് കൺസൾട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. അതുപോലെ തന്നെ ഡ്രിങ്ക് മോർ വാട്ടർ. ധാരാളം വെള്ളം കുടിക്കുക. ഓക്കെ, നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ 70% വെള്ളം ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ശുദ്ധജലം ധാരാളം കുടിക്കുക. നെക്സ്റ്റ് പോയിൻ്റ്, മെൻ്റലിൽ എന്തൊക്കെയാണ്? മനസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസ്. പല ആളുകളും, എനിക്കൊന്ന് 99% ആളുകളും വിഷമിക്കുന്നത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. എൻ്റെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആങ്സൈറ്റിയാണ്, ഡിപ്രഷനാണ്, ടെൻഷനാണ്, അല്ലെ എന്നെ അവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പലതരം, അല്ല ബിസിനസ്സിൽ അതാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് മനുഷ്യർ. അപ്പോൾ ഇത് വലിയൊരു സബ്ജക്റ്റാണ്, പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു സംഗതിയില്ല. സോ നിങ്ങൾ ഈ പെട്ടെന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്രീത്തിങ് ടെക്നിക്സ്. ലോങ് ബ്രെത്ത് ഇൻ ഔട്ട് നിങ്ങളൊരു 20 times മോർണിംഗിലും ഈവനിങ്ങിലും എടുക്കുകയാണെങ്കിൽ, ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന തോട്ട്സ് വരുന്നതിൻ്റെ ആ ഒരു അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ക്ലിയർ? നെക്സ്റ്റ്, ഡയനറ്റിക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യുക ഡയനറ്റിക്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡയനറ്റിക്സ് എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയി വിശദമായിട്ട് ആ വീഡിയോ കാണുക. അതിനുശേഷം ഡയനറ്റിക്സ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഇൻ 2023, അല്ലെങ്കിൽ ഓൾ ടൈം. നെക്സ്റ്റ്, മെഡിറ്റേഷൻ. ഈ തോട്ട്സിനെ ഓവർകം ചെയ്യാനായിട്ട്, ചിന്തകളെ ഇല്ലാതാക്കാനായിട്ട് ഒരു മരുന്നിനും സാധിക്കത്തില്ല. അതിനായിട്ടുള്ള ഒരേ ഒരു സംഗതി മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് മെഡിറ്റേഷൻ.
പ്രാക്ടീസ് മെഡിറ്റേഷൻ. നെക്സ്റ്റ് വൺ ഈസ് സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗോളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മൂവ് ചെയ്യാവുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണല്ലേ, വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ സ്പിരിച്വലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ ആ മേഖലയിലുള്ള ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ എന്തൊക്കെയാണ്? മന്ത്ലി പ്ലാൻ ഉണ്ടായിരിക്കണം, ക്വാർട്ടർലി പ്ലാൻ ഉണ്ടായിരിക്കണം. അതായത് ജനുവരി 1 മുതൽ 2021 ജനുവരി 1 മുതൽ ജനുവരി 31 വരെ എത്ര രൂപയാണ് നിങ്ങൾ വരുമാനം സമ്പാദിക്കാനായിട്ട് പോകുന്നത്, ഇത് വളരെ കൃത്യമായിട്ട് ഗോൾ ഉണ്ടായിരിക്കണം. അതുപോലെ ക്വാർട്ടർലി പ്ലാൻ, 3 മാസം കൂടുമ്പോൾ എത്ര രൂപ നിങ്ങൾക്ക് വരുമാനം സമ്പാദിക്കണം നിങ്ങളുടെ പ്രൊഫഷനിൽ നിന്ന്, ഇത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ബിസിനസ്, ലേൺ ന്യൂ തിങ്സ്, ബിസിനസ്സിൽ ലേൺ ന്യൂ തിങ്സ്. അതുപോലെ കണക്ട് വിത്ത് യുവർ സോഷ്യൽ മീഡിയ, ഓൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ട് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്രിയേറ്റ് ഗ്രേറ്റ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഗിവ് വാല്യൂസ് ടു യുവർ ഓഡിയൻസ്, മാക്സിമം വാല്യൂസ് നിങ്ങളുടെ ഓഡിയൻസിലേക്ക് എത്തിക്കുക. ഡെവലപ്പ് എ യുണീക്ക് സൊല്യൂഷൻ, നിങ്ങളുടെ ക്ലയൻസിന് ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നെക്സ്റ്റ് മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം, പല മേഖലകൾ പല സെഗ്മെൻറ്റിൽ നിങ്ങൾ വരുമാനം സമ്പാദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഡിജിറ്റൽ പ്രോഡക്ട്സ് റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കി കോഴ്സ് നിങ്ങൾ റെഡിയാക്കുക. അതുപോലെ വാട്സപ്പ് ക്ലാസ് ചെയ്യുക, ലൈവ് കോച്ചിങ് ഫോർമാറ്റ്, കൊളാബറേഷൻ. ഇപ്പം എൻ്റെ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ്ബിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, പല എക്സ്പേർട്സ് ഉണ്ട്, കൺസൾട്ടൻസ് ഉണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്. ഇവർ പല ഇൻസൈഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയാണ്. ഗ്രോ ടുഗദർ എന്നുള്ള ആശയമാണ് അതിനകത്ത് വെച്ചേക്കുന്നത്. സോ കൊളാബറേറ്റ് ചെയ്യുക, അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളോട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് കൺസൾട്ടേഷൻ, കാരണം കൺസൾട്ടേഷൻ ഞാൻ വളരെ സ്പെസിഫൈഡ് ആയിട്ട് ഇവിടെ എഴുതാനുള്ള റീസൺ, കൺസൾട്ടേഷൻ ഈസ് എ $multi-billion ഇൻഡസ്ട്രി. വളരെ വലിയൊരു സാധ്യതയാണ് 2023 കാലഘട്ടങ്ങളിൽ ഈ ഒരു മേഖലയെക്കുറിച്ച് എക്സ്പേർട്സ് പറയുന്നത്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്, അവരവരുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ പേഴ്സണലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും വ്യക്തിപരമായിട്ട് അല്ല ഇൻഡിവിജ്വൽ ഒരു കൺസൾട്ടേഷൻ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന സംഗതിയാണ്. സോ 200 1-to-1 സെഷനെങ്കിലും നിങ്ങൾ കൊടുത്തിരിക്കണം. 2023 നിങ്ങൾ 200 1-on-1 സെഷനെങ്കിലും കൊടുത്തിരിക്കണം. ഇഫ് യു ആർ എ ഡിജിറ്റൽ കോച്ച്. ഓക്കെ, കളക്ട് പ്രോബ്ലംസ് ഫ്രം ക്ലയൻസിൽ നിന്ന് പ്രോബ്ലംസ് നിങ്ങൾ കളക്ട് ചെയ്യുക, ഡോക്യുമെൻ്റ് ചെയ്യുക, വീഡിയോ ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെൻറ്റോ എഴുതി നിങ്ങൾ തയ്യാറാക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം വഴിയൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക. പരമാവധി പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ദ പാറ്റേൺ. ഇപ്പോൾ 200 പേരെ കൺസൾട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു NLP പ്രാക്ടീഷണർ ആണെങ്കിൽ അല്ലെങ്കിൽ NLP കോച്ച് ആണെങ്കിൽ, നിങ്ങൾ 200 പേരെ വ്യക്തിപരമായിട്ട് പേഴ്സണലി ഇൻഡിവിജ്വലി കൺസൾട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പം 30 മിനിറ്റ്സ് എടുക്കും, ചിലപ്പം 15 മിനിറ്റ്സ് എടുക്കും. ഓക്കെ, പക്ഷേ എന്നാലും നിങ്ങൾ അതിലൂടെ കടന്നു പോകുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, കൺസൾട്ടേഷൻ മേഖല നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 200 പേരെ കൺസൾട്ട് ചെയ്യുമ്പം കോമൺലി കണ്ടുവരുന്നൊരു പാറ്റേൺ നിങ്ങൾക്ക് പിടികിട്ടും. ഓക്കെ, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു 1, 2 അല്ല 3 പ്രോബ്ലത്തിലായിരിക്കും എല്ലാവരും സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക യുണീക്ക് സൊല്യൂഷൻ, ഒരു യുണീക്കായിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റൈലിലുള്ള നിങ്ങളുടേതായിട്ടുള്ള ഫ്ലേവർ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു യുണീക്ക് സൊല്യൂഷൻ പ്രൊവൈഡറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. യുണീക്ക് സൊല്യൂഷൻ പ്രൊവൈഡർ. ഓക്കെ, ക്ലിയർ? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി സ്റ്റാർട്ട് ഹൈ ടിക്കറ്റ്. വിതിൻ 90 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഹൈ ടിക്കറ്റ് സെല്ലിങ്ങിലേക്ക് കിടക്കാവുന്നതാണ്. ഇനി എനി സെഗ്മെൻറ്റ്, ഏത് മൈക്രോ നിഷ് ഏരിയയിലുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റിലേക്ക് നിങ്ങളുടെ ഈ ഒരു കൺസൾട്ടേഷനെ കൺവേർട്ട് ചെയ്യാം. എന്താണ് ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ്? ഒരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഹൈ ടിക്കറ്റ് കാറ്റഗറി വരുന്നതാണ്. അതിപ്പം ഇന്ത്യയിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഹൈ ടിക്കറ്റ് പ്രോഗ്രാമുണ്ട്, 25 lakhs പ്രോഗ്രാമുണ്ട്. സോ അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈ ടിക്കറ്റ് എന്നൊക്കെ പറയുന്നത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളതിനെയാണ് ഇപ്പോഴും ആളുകൾ നോക്കിക്കാണുന്നത്. സോ ആ രീതിയിലുള്ള ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ത്രൂ കൺസൾട്ടേഷൻ. പക്ഷേ ഇത്രയും സ്റ്റെപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം സിസ്റ്റമാറ്റിക്കലി. ക്ലിയർ? നെക്സ്റ്റ് പോയിൻ്റ്, ബിൽഡ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഈസ് ദ നെക്സ്റ്റ് റെവല്യൂഷൻ ഇൻ എൻറ്റയർ ബിസിനസ് സെഗ്മെൻറ്റ്. സെല്ലിംഗ് മാത്രമല്ല, യു ഹാവ് ടു ബിൽഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓൺ യുവർ ബിസിനസ് സെഗ്മെൻറ്റ്.
ഇൻട്രാക്ഷൻ വിത്ത് കസ്റ്റമേഴ്സ്, കസ്റ്റമറുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക, അടുത്ത് ഇടപഴകുക. മാൻ മാനേജ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ആളുകളെ കൈകാര്യം ചെയ്യാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് പഠിക്കുക. അതിൽ വൺസ് യു മാസ്റ്റർ ദിസ് ഗെയിം, മാൻ മാനേജ്മെൻറ്റ് നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റും നിങ്ങളുടെ ബ്രാൻഡും ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, അപ്ലൈ സിംപ്ലിസിറ്റി. ആളുകളുമായിട്ട് വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യുക. വലിയ രീതിയിൽ ജാട കാണിക്കാതെ വളരെ സിമ്പിളായിട്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു ഒരു സർവീസ് സെഗ്മെൻ്റായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കണം. ക്ലിയർ? നെക്സ്റ്റ്, സ്ട്രെയിറ്റ് ടോക്കിംഗ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയല്ല, മീൻസ് കഥ പറയുകയല്ല വേണ്ട, മറിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ആളുകളോട് പ്രോബ്ലം ചോദിച്ച് മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കൃത്യമായിട്ട് കൊടുക്കണം. കാരണം ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലയൻസ് എപ്പോഴും നമ്മൾക്ക് എത്ര നോളജ് ഉണ്ടെന്നല്ല അവർ കരുതുന്നത്, മറിച്ച് അവർ നമ്മുടെ അടുത്ത് വരുന്നത് എന്തിനാണ്? കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാനായിട്ട് സാധിക്കുമോ, അതിനാണ് അവർ വരുന്നത്. അപ്പോൾ അതിനടുത്ത് നമ്മൾ ജാട കാണിച്ചിട്ട് കാര്യമില്ല, സ്ട്രെയിറ്റായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് അവർക്ക് കൃത്യമായിട്ട് സൊല്യൂഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, കെയർ യുവർ കസ്റ്റമേഴ്സ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്, പല ആളുകളും ചെയ്യാത്തൊരു കാര്യമാണ്. കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യണം. അല്ലെങ്കിൽ വൺസ് യു സെൽ ദ പ്രോഡക്റ്റ്, നിങ്ങൾ പ്രോഡക്റ്റ് സെല്ല് ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും കോൺടാക്റ്റ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. യു ഹാവ് ടു ക്രിയേറ്റ് എ ഗുഡ് വിൽ ബേസ്ഡ് ഓൺ യുവർ പേഴ്സണൽ ബ്രാൻഡ് ഓർ എ കമ്മ്യൂണിറ്റി ബ്രാൻഡ്. കെയർ യുവർ കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യുക. അവർക്ക് പലതരത്തിലുള്ള പ്രോബ്ലം ഉണ്ടായിരിക്കും, അത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അമേസിംഗ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ 2023 ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ? മൈൻഡ് സെറ്റ്, ഗോള്, ബിസിനസ്, ബിൽഡിംഗ് കമ്മ്യൂണിറ്റീസ്. ക്ലിയർ? അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയ മേജർ ലേണിങ്സ് താഴത്തെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ജെയിൻ പ്രഭാർ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക് യു.